ഇതിനെ തകർത്ത് ഞങ്ങൾക്ക് കയറാം എന്ന് വിചാരിക്കുന്ന UDF-കാരുടെ ഒരു മനോഭാവമുണ്ട്. ഇപ്പം തകരും എന്ന് നടക്കുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസംബ്ലി പറഞ്ഞു, കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, അവിടെ ഒന്നുമില്ല. BJP ആഗ്രഹിച്ചത്, കോൺഗ്രസ് ആഗ്രഹിച്ചത് ഈ ഗവൺമെൻറ് സ്റ്റക്കാവും, നിന്നുപോകും, ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുന്ന എന്ന് പറഞ്ഞല്ലോ ആദ്യം. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇത് വില കുറച്ച് വേണമെങ്കിൽ ഏലത്തിൽ പിടിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയോടെ നടന്നതാണ്. അപ്പോൾ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇത് നന്നായി പോകുന്നു മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മൾ ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി വരുന്നൊരു 5-10 വർഷം നോക്കുമ്പം കേരളത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് വലിയ തോതിൽ വരും. കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ധാരാളം വന്നിട്ടുണ്ട്. തുറമുഖം വന്നു, ഏറ്റവും വലിയ തുറമുഖം, റോഡ് കണക്ടിവിറ്റി, ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, റിസർച്ച് സെൻറ്റേഴ്സ്, ഇതൊക്കെ എപ്പോഴും എക്കണോമിക് പെർഫോമൻസ് കൂട്ടും. കൂടുതൽ നല്ല ജോലികൾ വരും, കൂടുതൽ ആളുകൾ ഇവിടെ വരും. ഇത് വരുമ്പോൾ ഇനിയും നമ്മൾ ഇതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് കടം കയറിയ വീടല്ല, ഇത് ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നല്ലപോലെ പ്രോഗ്രസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അനുഭവം കാണിക്കുന്നത്.